മലേഷ്യയിലെ ലോകോത്തര ഫുട്ബോൾ അക്കാദമിയായ വില്ലാറിയലിൻ്റെ പരിശീലന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കെ ഹൃഷഭ. ചെറുകുന്ന് ഒതയമാടം സ്വദേശിയായ ഹൃഷഭിന് സ്കൂളും വിവിധ സംഘടനകളും അനുമോദനവും ഒരുക്കി. ലോകം അറിയപ്പെടുന്ന ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന സ്വപ്നത്തിന് പിന്നാലെ ഓടുകയാണ് ഹൃഷഭ. ചെറുപ്പം തൊട്ടേ കാൽപന്ത് കളിയോട് ഇഷ്ടം കൂടിയ ഹൃഷഭിന് മലേഷ്യയിലെ ലോകോത്തര ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. 2 ആഴ്ചത്തെ പരിശീലനത്തിലേക്കായിട്ടാണ് ഹൃഷഭ പോകുന്നത്. കേരളത്തിലെ സെലക്ഷൻ കിട്ടിയ 12 പേരിൽ ഒരാളാണ് ഹൃഷഭ. ചെറുപ്പത്തിലെ പന്ത് തട്ടി കളിക്കുമെങ്കിലും 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചത്. ശേഷം ലഭിച്ച കോച്ചിങ് മത്സരങ്ങളെല്ലാം മുതൽക്കൂട്ടായി. പിന്നീടാണ് കാൽപന്ത് കളിയിൽ മായാജാലം തീർക്കുന്ന ലോകോത്തര കളിക്കാരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കണമെന്ന വലിയ സ്വപ്നം ഹൃഷഭ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്. പ്രൊഫഷണൽ സ്പാനിഷ് ക്ലബ്ബായ വില്യാറിയൽ ദി ക്ലബ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പങ്കാളിത്തമുള്ള അക്കാദമിയിലേക്കാണ് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഹൃഷഭ് ഉൾപ്പെടെ 3 പേർക്ക് മാത്രമാണ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. സൂപ്പർ ലീഗ് കേരളയും ആന്ത്രസ് ഇനിയസ്റ്റ സ്കൗട്ടിങ്ങും സംയുക്തമായി നടത്തിയ സെലക്ഷനിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുത്തത്. സെലക്ഷൻ ലഭിച്ചതിലേറെ സന്തോഷമെന്ന് ഹൃഷഭും അമ്മ സുമ അരുൺകുമാറും പറയുന്നു. ഏകദേശം ഒരു 3-ാം ക്ലാസ് മുതൽ ഞാൻ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. KT രഞ്ജിത്ത് ഫുട്ബോൾ അക്കാദമിയിലാണ് ആദ്യം ഉണ്ടായത്. ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലാൻസ് FA അക്കാദമി എന്ന് പറഞ്ഞ അക്കാദമിയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ഒരു സെലക്ഷൻ ട്രയൽസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ആദ്യം ഇത് കൊച്ചിയിൽ വെച്ചായിരുന്നു ഉണ്ടായത്. ആദ്യം 4 ട്രയൽസും കഴിഞ്ഞിരുന്നു. അത് കുറച്ച് ലേറ്റായി പോയിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇത് റിസൾട്ട് വരേണ്ടതാണ്. സൂപ്പർ ലീഗ് കളി നടത്തുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. അത് ഇപ്പോഴാണ് പബ്ലിഷ് ആവുന്നത്. സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. മാടായി സബ് ജില്ലക്ക് വേണ്ടി കളിച്ചിന്. സ്കൂൾസും കളിച്ചിരുന്നു. അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് എല്ലാവരും, ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും. ഋഷഭ് ചെറുപ്പത്തിലെ സ്പോർട്സുമായിട്ട് ഭയങ്കര ബന്ധമാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ബോൾ തട്ടിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് ചെറുപ്പത്തില്. അവനിപ്പോ എന്ത് കളിപ്പാട്ടം കിട്ടിയാലും ആദ്യം ബോളാണ് എടുക്കുക. അപ്പം ബോള് ഭയങ്കര ഇഷ്ടമാണ്. ബോളോട് തന്നെയാണ് കൂടുതൽ അറ്റാച്ച് എന്ന് പറയാം. അത് തന്നെ പിന്നെ കഠിനാധ്വാനം അത് തന്നെയാണ് മുൻപോട്ട് ഇത്ര വരെ എത്തിച്ചത്. നന്നായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും വർക്കൗട്ട് എല്ലാം ഉണ്ട് വീട്ടിൽ വെച്ചിട്ട്. പിന്നെ മുടങ്ങാതെ ക്യാമ്പിന് പോകും, എല്ലാം ചെയ്യും. ഹൃഷഭിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ പൂർണ്ണ പിന്തുണയുമായി കുടുംബവും സ്കൂളുമെല്ലാം കൂടെ തന്നെയുണ്ട്. 2 ആഴ്ചത്തെ പരിശീലനത്തിനായി പോകുന്ന ഹൃഷഭിന് സ്കൂളും വിവിധ യുവജന സംഘടനകളും അനുമോദനവും ഒരുക്കി. സ്കൂളിലെ അനുമോദനം മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഋഷഭ് ഇപ്രാവശ്യം ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പിലേക്ക് സെലക്ഷൻ ചെയ്യപ്പെട്ട അതിൻ്റെ സെലക്ടറിൽ ഒരാൾ ഞാൻ കൂടെ ആയിരുന്നു. ഈ കേരളത്തിൽ എല്ലാ ജില്ലകളിലും വെച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തതിൻ്റെ ഫൈനൽ സെലക്ഷൻ കൊച്ചിയിൽ വെച്ച് നടക്കുകയും അതിൽ നിന്ന് 20 കുട്ടികളെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് 2047 കളിക്കുക എന്നതിൻ്റെ ഒരു ലക്ഷ്യത്തോടുകൂടി വിദേശ ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ആയി സഹകരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന ഒരു സെലക്ഷൻ ട്രയലായിരുന്നു. അതിൻ്റെ ഭാഗമായി നടത്തുന്ന സെലക്ഷൻ ട്രയലിൽ കിട്ടിയ 20 കുട്ടികളിൽ ഒരാൾ നമ്മുടെ ഋഷഭാണ്. സ്കൂൾ PTA-യും വിദ്യാർത്ഥികളുമെല്ലാം ചേർന്നാണ് വലിയൊരു സ്വീകരണം തന്നെ ഒരുക്കിയത്. പഠനവും ഫുട്ബോളും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് ഹൃഷഭിന്റെ ആഗ്രഹം. ഒപ്പം തൈക്കോണ്ടോയും പരിശീലിക്കുന്നുണ്ട്. ലോകം അറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണ് ഹൃഷഭിന്റെ ആഗ്രഹം. അതെന്തായാലും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.